ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഇപ്പം ആഹാരം കുറച്ചിരിക്കുക. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസങ്ങളിൽ ആഹാരം വലുതായിട്ട് കഴിക്കുന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ റാഗിയിലേക്ക് മാറി. അപ്പോൾ ഞാനിപ്പം ഒരു നേരം ഉച്ചയ്ക്ക് മാത്രമേ റൈസ് നമ്മുടെ ചോറുണ്ണുന്നുള്ളൂ. ബാക്കി 2 നേരം റാഗി അല്ലെങ്കിൽ ഗോതമ്പാണ് കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മിക്കവാറും റാഗി ആയിട്ടായിരിക്കും. പിന്നെ വൈകുന്നേരം റാഗി, അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം ചിലപ്പോൾ റാഗി ആയിരിക്കും. അപ്പോൾ റാഗി ആക്ച്വലി എന്താ പറയുന്നത്, നമ്മുടെ സെയിം അരി പോലെ തന്നെ ഉള്ള ഒരു ഇത് തന്നെയാണ്. പക്ഷെ കുറച്ചപ്പം നമ്മൾ അരി കൊണ്ടുണ്ടാക്കുന്ന സംഭവങ്ങൾ വെച്ചുള്ള ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഹെൽത്തി ആയിട്ടും കുറച്ച് ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് റാഗി കൊണ്ടുള്ളത്. പിന്നെ റാഗിയുടെ ഗുണങ്ങൾ ഭയങ്കരമാണ്. നമുക്ക് അയൺ കണ്ടൻ്റൊക്കെ ഒരുപാടുണ്ട് റാഗിക്കകത്ത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഡയബറ്റീസുകാർക്കും അല്ലാതെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് റാഗി ദോശ, ഇഡ്ഡലി, പുട്ട്, ഇടിയപ്പം, ഈ വക കാര്യങ്ങളൊക്കെ, പിന്നെ റാഗി കൊണ്ട് നമുക്ക് റാഗി റൊട്ടി ഉണ്ടാക്കാം, ചപ്പാത്തി പോലെ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നല്ല ഒരു എന്താ പറയുന്നത്, വെയിറ്റ് ലോസ് ചെയ്യുന്നവർ റാഗി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് കൗണ്ട് കുറയാതിരിക്കാനും ഒക്കെ ഭയങ്കര നല്ലതാണ് ഈ ഡയറ്റ് എടുക്കുന്നവർ. പിന്നെന്താ, അപ്പോൾ അങ്ങനെ ഞാൻ മിക്കവാറും റാഗി കൊണ്ടുള്ള എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവരെ ഞാൻ റാഗിയുടെ ഇടിയപ്പം, അതായത് ഇടിയപ്പം എന്ന് പറയും, നൂൽപുട്ടെന്ന് പറയുന്ന സംഭവം ഞാൻ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ റാഗിയുടെ ഇടിയപ്പം. അപ്പം അതിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളക്കടലക്കറി, വെജിറ്റേറിയൻസ് ആണെങ്കിൽ നല്ല വെള്ളക്കടലക്കറിയിൽ വൈറ്റ് ചേനക്കറി നല്ലപോലെ ചേരും, ഗ്രീൻ പീസ് കറി നല്ലപോലെ ചേരും, മുട്ടക്കറി, മുട്ടക്കറി, നമ്മുടെ മുട്ടക്കറിയോ മുട്ട റോസ്റ്റോ അതൊക്കെ നല്ലപോലെ ചെയ്യും. പക്ഷേ എനിക്ക് കറുത്ത കടലക്കറി ഈ റാഗി ഐറ്റംസിൻ്റെ കൂടെ എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല. എനിക്ക് ചേർന്ന് പോകാത്ത ഒരു ഫീല് കിട്ടും. അപ്പം ഏറ്റവും നല്ലത് വൈറ്റ് ചെനയൊക്കെ, വെജിറ്റേറിയൻസ് ആണെങ്കിൽ വൈറ്റ് ചെന ഭയങ്കര നല്ലതാണ്, നല്ല പ്രോട്ടീനുള്ള ഒരു സംഭവമാണ്. അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഉപയോഗിക്കുക. പിന്നെ നമ്മളാണെങ്കിൽ മുട്ടക്കറിയോ ചിക്കൻ കറിയോ, ഇവിടെയൊക്കെ റാഗി ഭയങ്കര, ഞാൻ ബാംഗ്ലൂരാണ്, അപ്പം റാഗി ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. ഇവർക്ക് റാഗി മുദ്ദേ എന്നാണ് തോന്നുന്നത്, പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആ സംഭവം ഭയങ്കര, അത് ഇങ്ങനെ നമ്മുടെ കൊഴുക്കട്ട പോലെ തന്നെ പുഴുങ്ങിയെടുക്കുന്ന ഒരു സംഭവം ഇവിടെ, അത് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മട്ടൻ കറി, ചിക്കൻ കറി, എനിക്കൊന്ന് മട്ടൻ കറിയാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ റാഗി മുദ്ദ എന്ന് പറഞ്ഞ സംഭവം, അത് അതിൻ്റെ കൂടെ മട്ടൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി, അതല്ലാതെ നമ്മുടെ ഇവർക്ക് ചീരയും പരിപ്പും കൂടെ ഒക്കെ ഉള്ള ഒരു കറിയുണ്ട്, അതൊക്കെ ഞാൻ കഴിച്ച് ഇത് അതിൻ്റെ കൂട്ടത്തിൽ കോംബോ ആയിട്ട് കഴിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ റാഗി പൊടിയായിട്ടൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. ഞാനങ്ങനെ വാങ്ങിക്കുന്ന റാഗിപ്പൊടിയാണ് എടുക്കുന്നത്. നോർമൽ റാഗി ഫ്ലോർ വാങ്ങിക്കുക. നിങ്ങൾക്ക് അതൊക്കെ റാഗിയൊക്കെ നല്ലതായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി, അല്ലെങ്കിൽ മുളപ്പിച്ച റാഗിപ്പൊടിയൊക്കെ ആക്കി, റാഗിയൊക്കെ മുളപ്പിച്ച് ഉണക്കി നന്നായിട്ട് പൊടിച്ച് വൃത്തിയായിട്ടെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം. നമുക്കിപ്പോൾ പൊടികൾ നമ്മൾ വാങ്ങിക്കുന്ന എത്രത്തോളം എന്താ പറയുക നല്ലതാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഒരു വിശ്വാസത്തിൽ നമ്മളതൊക്കെ ചെയ്യുകയാണ്. അപ്പം റാഗി പൊടി കൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഇടിയപ്പം ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ മുട്ടക്കറിയാണ് ഇന്ന് എടുക്കുന്നത്. സാധാരണ ഒരു മുട്ടക്കറി എടുക്കാം. അത് കുറച്ചുകൂടെ എന്താ പറയുന്നത്, നമ്മുടെ വൈറ്റ് ഇടിയപ്പം പോലെ തന്നെയാണ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ എന്താ പറയുന്നത്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ റൈസിൻ്റെ അത്രയും കാർബോഹൈഡ്രേറ്റ് അതിനകത്ത് ഇല്ലല്ലോ. പിന്നെ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ബാക്കിയുള്ള ഒരു ഹെൽത്തി സംഭവത്തിനേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് ഈ റാഗിയുടെ ഇടിയപ്പത്തിന്. ബാക്കിയുള്ള നമ്മൾ എന്താ പറയുന്നത്, ആക്ച്വലി ഹെൽത്തി ആയിട്ടുള്ള കാര്യത്തിനൊന്നും വലിയൊരു ടേസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അതങ്ങനെയാണ്. നിങ്ങൾ എന്ത് വേണേലും ചൂസ് ചെയ്തോ. ഇപ്പം ഭയങ്കര ഹെൽത്തി എന്ന് പറയുന്ന കാര്യത്തിന് ഈ പറഞ്ഞാൽ വലിയൊരു നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള സംഭവത്തിന് അത്രയും ടേസ്റ്റ് ഇല്ല. അത് പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്കത് എന്താ പറയുന്നത്,
ഒരു പരിധി വരെ നമുക്ക് നല്ലതായിട്ടൊക്കെ ഉണ്ടാക്കി, മുട്ടക്കറിയൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കി നമുക്ക് ആ ഒരു ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ വെയിറ്റ് ലോസും അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം കുറച്ചൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം ടേസ്റ്റിൻ്റെ കാര്യത്തിനൊക്കെ. അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഇതില്ലാതെ എല്ലാം കൂടെ നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഇംപെർഫെക്ഷൻസ് കാണും. അപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നവരൊക്കെ കുറച്ചൊക്കെ നമുക്ക് അതിനുള്ള കാര്യമൊക്കെ ഒന്ന് ക്ഷമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതൊരു നല്ല രീതിയിൽ പോകത്തുള്ളൂ. അപ്പം എന്താ പറയുന്നത്, ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ റാഗി ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാം. ഇടിയപ്പം മാത്രം ഞാൻ റെസിപ്പി കാണിക്കുന്നുള്ളൂ. മുട്ടക്കറി ആസ് യൂഷ്വൽ സെയിം, എന്താ പറയുന്നത്, എല്ലാവരും ചെയ്യുന്ന അതേ മുട്ടക്കറിയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. മുട്ടക്കറി എല്ലാവർക്കും അറിയായിരിക്കും. മുട്ടക്കറി ചെയ്യുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് ഇരിക്കണം. നല്ലതായിട്ട് ഉള്ളി വഴറ്റിയാൽ മാത്രമേ ആ ഒരു മുട്ട റോസ്റ്റിനാണെങ്കിലും മുട്ടക്കറിക്കാണെങ്കിലും ആ ഒരു ടേസ്റ്റും ആ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. ആ ഒരു മസാല നല്ല വരണ്ട്, എന്താ പറയുന്നത്, കുഴഞ്ഞ ആ ഒരു പരുവത്തിലായിട്ട് മാത്രമേ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഉള്ളി ഇങ്ങനെ ഇതായിട്ട് കിടന്നു കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ അതാണ് മുട്ടക്കറിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. അത് ഞാൻ ഒത്തിരി മുട്ടക്കറിയുടെ റെസിപ്പീസ്, മുട്ട റോസ്റ്റും റെസിപ്പീസൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ഇനിയും കാണിക്കുന്നില്ല. നമുക്ക് നേരെ ഇന്ന് റാഗിയുടെ ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ റാഗി ഫ്ലോർ എടുക്കുക. മുളപ്പിച്ച റാഗിപ്പൊടിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റാഗിപ്പൊടി മുളപ്പിക്കാനൊക്കെ മുളപ്പിച്ച് ഉണക്കി വൃത്തിയായിട്ട് പൊടിക്കാനൊക്കെ പറ്റുമെങ്കിൽ ഭയങ്കര നല്ലതാണ്. അപ്പം അതെടുക്കുക. ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാം. വറുത്ത റാഗിപ്പൊടി ആണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് ഇടിയപ്പം ഉണ്ടാക്കിയാൽ മതി. ഇന്ന് പക്ഷെ ഞാൻ തേങ്ങ ഇല്ലാത്ത ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ തേങ്ങ ഇട്ട ഇടിയപ്പമാണ്. ഇന്ന് പക്ഷേ തേങ്ങ ഇരിപ്പില്ല. തേങ്ങ ഇനി മേടിക്കണം. തേങ്ങ തീർന്നു, ഞാൻ മേടിച്ച് വെക്കാൻ മറന്നു. അപ്പം ഇന്നത്തെ സംഭവങ്ങളെല്ലാം തേങ്ങ ഇല്ലാതുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്താ പറയുന്നത്, ഇതിന് വെള്ളത്തിൻ്റെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വെള്ളത്തിന് വലിയ കണക്കും കാര്യങ്ങളും ഒന്നുമില്ല. മീൻസ് അത് ഞാനൊരു പരുവം, എനിക്ക് എന്താ പറയുന്നത്, ഞാനത് വെള്ളം ഒഴിക്കുമ്പം എനിക്ക് ആ ഒരു പരുവം കിട്ടുന്നതാണ്. അതാണ് എല്ലാവരും പറയുന്നത് ഒരു കപ്പ് പൊടിക്ക് ഏകദേശം 1.5-2 കപ്പ് വെള്ളം എന്നാണ് ശരിക്കും എല്ലാവരും പറയുന്ന കണക്ക്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാനത് എൻ്റെ ഒരു കണക്കിന് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു കപ്പ് പൊടിക്ക് ഒരു 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് നിങ്ങൾക്കിപ്പോൾ കണക്ക് കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് അങ്ങ് എടുത്താൽ മതി. ആക്ച്വലി എനിക്ക് ഈ പൊടി കുഴയ്ക്കാൻ അങ്ങനെ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു തരാൻ, എന്താ പറയുന്നത്, ഞാൻ അങ്ങനെ അല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്ത് ശീലിച്ചത് കൊണ്ട് പൊടിയുടെ വെള്ളത്തിൻ്റെ അളവ് ഏകദേശം നമുക്ക് തൊട്ട് നോക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്താ പറയുന്നത്, നമ്മുടെ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അരി കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കത്തില്ല, അതുപോലെ തന്നെ അവർ അരി കൊണ്ടുള്ള ഇടിയപ്പം എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ റാഗി കൊണ്ടുള്ള ഇടിയപ്പം ചെയ്യുന്നത്.
പിന്നെ കണക്ക് പറയാനാണെങ്കിൽ 1 കപ്പ് പൊടിക്ക് 1.5-2 കപ്പ് വെള്ളം എന്നുള്ള കണക്കായിരിക്കും. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ടായിരിക്കും ഇത്ര കപ്പ് പൊടിക്ക് ഇത്ര കപ്പ് വെള്ളം എന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാവരും ഇടിയപ്പത്തിൻ്റെ പൊടി ചെയ്യുന്നത് എങ്ങനെയാണ്, വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്കാണ് എന്താ പറയുന്നത് പൊടി ഇടുന്നത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഇടിയപ്പം ഞാൻ മറ്റേ നമ്മുടെ വൈറ്റ് പൊടിയുടെ ഇടിയപ്പം, അത് അരിപ്പൊടിയുടെ ഇടിയപ്പം ഞാൻ 2 രീതിയിലും എനിക്ക് ചെയ്ത അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കിട്ടും. വെള്ളം തിളപ്പിച്ചും അല്ലാതെ തിരിച്ച് തിളപ്പിച്ച വെള്ളം പൊടി വാട്ടിയെടുക്കുന്നത് തിളപ്പിച്ച വെള്ളത്തിനകത്തേക്ക് പൊടി ഇട്ടും എടുക്കാം, പൊടിക്കകത്തേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുഴച്ചും എടുക്കാം. അപ്പം അത് ഓരോരുത്തരുടെ സൗകര്യം. ഞാൻ റാഗി പൊടിയുടെ ഇടിയപ്പം ചെയ്യുന്നത് പൊടിക്കകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്ത് അവരെങ്ങനെയാണോ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൽ അങ്ങ് ചെയ്താൽ മതി. മറ്റേ വൈറ്റ് ഇടിയപ്പം എങ്ങനെയാണോ ചെയ്യുന്നത്, പൊടി ഇപ്പം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് 1 കപ്പ് പൊടിയിട്ട് വറുത്ത പൊടിയിട്ട് തിളപ്പിക്കുക. അല്ലെങ്കിൽ പൊടിക്കകത്തേക്ക് വറുത്തതിന് ശേഷം പൊടിക്കകത്തേക്ക് നമ്മുടെ ഇത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയും ചെയ്യും. അത് ഓരോരുത്തരുടെ ഇഷ്ടമെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഏതാണോ സൗകര്യം അത് ആ രീതിയിൽ. ഇപ്പം ഏകദേശം ഒരു പൊടി ഇങ്ങനെ വറുത്ത് ചൂടായി കഴിയുമ്പോഴത്തേനൊരു മണം വരും, വറുത്ത അരിപ്പൊടിയുടെയൊക്കെ മണം പോലെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പം ഞാൻ ഓഫ് ചെയ്തേ, ഞാൻ കാണിക്കാം. ഈ പൊടിയൊക്കെ വറുത്ത് കഴിയുമ്പോൾ ഒരു മണം വരും. ആ മണം നോക്കിയാൽ മതി, നല്ലൊരു മണം വരും. അരിപ്പൊടി ആണെങ്കിലും റാഗിപ്പൊടി ആണെങ്കിലും എല്ലാം അങ്ങനെ. ഇനി നമുക്കിതിനകത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചു. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കണേ. ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണേ. ഇത്ര മാത്രം മതി. വേറെ നമ്മളിനി പ്രത്യേകിച്ച് അങ്ങനെ. എന്നിട്ട് ആദ്യം അതൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിനകത്തേക്ക് പതുക്കെ തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് ഇത് ആദ്യം ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഉപയോഗിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ, നല്ല ചൂടല്ലേ. അപ്പം സ്പൂൺ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും ആ വെള്ളം വെട്ടുന്ന രീതിയിൽ ഈ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് അങ്ങ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താ പറയുന്നത്, ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. ഒരു 10-15 മിനിറ്റ്. ഈ ഒരു പരുവമൊക്കെ ആയിക്കഴിയുമ്പോൾ എല്ലായിടത്തും നമ്മുടെ വെള്ളം ചെന്ന് ഇതൊന്ന് പൊടിയൊന്ന് കുഴഞ്ഞ് ഈ ഒരു പരുവത്തിലെത്തി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിത് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോഴത്തേനും ഇത് നമുക്ക് കൈ തൊടാൻ പാകത്തിനുള്ള ചൂടായി മാറും. ഒത്തിരി എന്താ പറയുന്നത് ചൂട്, ആ ഒരു തിളച്ച വെള്ളമെല്ലാം എടുത്ത് അപ്പം നല്ല ചൂടാവും. പിന്നെ ആ ഒരു പൊടി ഒന്ന് വാടുകയും കൂടെ ചെയ്യും കുറച്ച്. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് അപ്പോഴും കുറച്ച് ചൂടുണ്ട്, പക്ഷേ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടായിരിക്കണം. ഈ ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കണം. നമ്മൾ മറ്റേ വൈറ്റ് ഇടിയപ്പത്തിന് ഇങ്ങനെ തന്നെയല്ലേ, ആ ഒരു ചൂട് പോയി കഴിയുമ്പോഴത്തേക്കിനും, ഈ മാവിൻ്റെ ചൂട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് പിഴിയുമ്പോഴൊക്കെ കുറച്ച് കട്ടി
പിഴിയാൻ അത്ര സുഖം തോന്നത്തില്ല, കുറച്ച് കട്ടി ഫീൽ ചെയ്യും. പക്ഷെ ചൂടോടെ തന്നെ ഇത് കുഴച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് വേഗം ഇത് പിഴിഞ്ഞ് എടുക്കുകയും ചെയ്യാം. ഇതിനിപ്പം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് ചൂട് മാറാത്ത രീതിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതങ്ങ് വിട്ടുപോയി. ഏതെങ്കിലും ഒരു കാസറോളിൽ ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് ഇതിൻ്റെ അല്പം നിൽക്കും. പക്ഷെ ഞാനിത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം അങ്ങ് മറന്നുപോയി. ഇനി നമ്മൾ എടുക്കുന്ന സേവനാഴി ഇല്ലേ, ഇതിപ്പം ആ സേവനാഴിയിലെ അകത്തും എന്താ പറയുന്നത്, ആ സേവനാഴി പിഴിയുന്ന സാധനത്തിലും എല്ലാത്തിലും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കണം. അപ്പം കുറച്ചുകൂടെ നല്ല നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തേക്ക് സേവനാഴിയിലേക്ക് മാവ് വരുത്തിയിട്ട് ഇതിലെല്ലാത്തിലും ഞാൻ ഈ ടൈപ്പ് സേവനാഴിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ അതിൽ ഫുൾ ഞാൻ എണ്ണ പുരട്ടിയിട്ടുണ്ട്. അകത്തും ആ ഒരു കോല് പോലുള്ള സംഗതിയിലുമൊക്കെ മുഴുവനും എണ്ണ പുരട്ടിയിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയാണ് പുരട്ടിയിരിക്കുന്നത്. എന്നിട്ട് പതുക്കെ നമ്മുടെ ഇതങ്ങ് എന്താ പറയുന്നത്, ഇടിയപ്പം അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. പക്ഷേ എനിക്കാണെങ്കിൽ ആദ്യത്തെ 2 തട്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹൈറ്റ് കുറവാണ്. അപ്പം ഒത്തിരി നമ്മൾ പിഴിഞ്ഞിങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തട്ട് വെക്കുമ്പോഴത്തേനും അതിൽ മുട്ടി അതങ്ങ് പതുങ്ങിപ്പോവും. അങ്ങനെ പതുങ്ങിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ 2 തട്ടിൽ എന്നുവെച്ചാൽ അടിയിലിരിക്കുന്ന 2 തട്ടിലും കുറച്ച് പിഴിയുന്നുള്ളൂ. ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് കുറച്ച് കൂടുതൽ ഞാൻ പിഴിയുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം ആ ഒരു ഹൈറ്റ് കുറവായതുകൊണ്ടാണ്. ഹൈറ്റ് കുറയുമ്പോഴത്തേക്കിനും എന്താ പറയുന്നത്, അത് അമങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ അടുത്ത തട്ട് വെക്കുമ്പോഴത്തേനും അമങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ തേങ്ങാപ്പീര ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ. പക്ഷേ തേങ്ങാപ്പീര ഇല്ലാഞ്ഞത് എനിക്ക് വിഷമമായിപ്പോൾ. ഇന്ന് ഉണ്ടാക്കാനെല്ലാം തീരുമാനിക്കുകയും ചെയ്തു. തേങ്ങാപ്പാൽ പേരയില്ല, ഞാൻ വിചാരിച്ച് സാരമില്ലാന്ന്. അപ്പം ഇതാണ്. അപ്പം മുകളിലത്തെ തട്ടിക്കണ്ട ഞാൻ സാധാരണ ഇടിയപ്പത്തിൻ്റെ ആ ഒരു വലിപ്പത്തിൽ തന്നെയാണ്, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ വെച്ചത്. പക്ഷെ അടിയിലത്തെ 2 തട്ടിലും ഇടിയപ്പത്തിൻ്റെ വലിപ്പം കുറവാണ്. എൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്, കാരണം ഇത് വന്ന് മുട്ടും. ഞാൻ ഈ സ്റ്റീമർ വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും എപ്പോഴും ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തിനാന്ന് വിചാരിക്കും ഒരു ഇച്ചിരി വലിപ്പമുള്ള സ്റ്റീമർ. പിന്നെന്താണ്, അപ്പം നമ്മുടെ ഇടിയപ്പം ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. വെള്ളം തിളച്ച് അതിനകത്ത് എടുത്ത് വെച്ചാൽ മതി. എടുത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പം തന്നെ അതായി തുടങ്ങും. എന്നിട്ട് ഇതങ്ങ് എന്താ പറയുന്നത് മാറ്റിയെടുക്കുക. ഈ തട്ടയിലൊക്കെ ഞാൻ വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇടിയപ്പം പിഴിയുന്നതിന് മുമ്പേ തട്ടയിലൊക്കെ ഞാൻ വെളിച്ചെണ്ണ പുരട്ടിയിട്ടാണ് പിഴിഞ്ഞിരിക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റാഗി ഇടിയപ്പം കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ടേസ്റ്റൊന്നും ഒരു വ്യത്യാസം ആക്ച്വലി തോന്നത്തില്ല. ഇതിപ്പം എന്താ ആക്ച്വലി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ റാഗി ഇടിയപ്പം. ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ടും. ഇതും മുട്ടക്കറിയും അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഇതും ഗ്രീൻ പീസ് കറി, ഇതും വെള്ള കടലക്കറിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. കറുത്ത കടലക്കറി എനിക്ക് വലിയൊരു താല്പര്യമില്ല ഇതിൻ്റെ കൂടെ. ഈ റാഗിയുടെ ഐറ്റത്തിൻ്റെ കൂടെ എനിക്ക് കറുത്ത കടലക്കറിയെക്കാട്ടിലും കൂടുതൽ വെള്ള കടലക്കറിയും ഗ്രീൻ പീസ് കറിയൊക്കെയാണ് ഇഷ്ടം. മറ്റ് നമ്മുടെ വൈറ്റ് റാഗി പുട്ടിൻ്റെ കൂടെ എനിക്ക് ഗ്രീൻ പീസ് കറി വെള്ള കടലക്കറിയൊക്കെയാണ് ഇഷ്ടം. പക്ഷേ വൈറ്റ് പുട്ടിൻ്റെ കൂടെയൊക്കെയാണ് കറുത്ത കടലക്കറി കുറച്ചുകൂടെ ചേർന്ന് പോകുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നും അതെപ്പോഴും. അപ്പോൾ അങ്ങനെ ഞാൻ അടുത്ത തട്ടും കൂടെ വെച്ചു. അടുത്ത തട്ടിലും നമ്മുടെ ഇടിയപ്പം എല്ലാം പിഴിഞ്ഞ് വെക്കുവാണ്. പിന്നെ ഞാൻ രണ്ടാമത് എണ്ണയൊന്നും പുരട്ടിയില്ല തട്ടിലൊന്നും. ആ ഒരു ആദ്യം പുരട്ടിയത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ റാഗി ഇടിയപ്പം ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ വെയിറ്റ് ലോസ് സമയത്ത് ഞാൻ ഇപ്പം കുറച്ച് കുറവാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വെയിറ്റ് ലോസ് സമയത്ത് ഞാൻ മിക്കവാറും ഈ റാഗി ഇടിയപ്പം, റാഗി റോട്ടി, റാഗി ഇഡ്ഡലി, റാഗി ദോശ ഇതായിരുന്നു എൻ്റെ ഒരു സ്ഥിരം ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇടിയപ്പം കുറയും. പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നിട്ട് കൈവേദനയൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് നിർത്തിയത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി
ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇതൊക്കെ കുറേ കുറഞ്ഞത്. ഇപ്പം പക്ഷേ വീണ്ടും ഞാൻ പതുക്കെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ റാഗി ഇടിയപ്പം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റാഗി ഇടിയപ്പം, ഇതാണ് നമ്മുടെ റാഗി ഇടിയപ്പം. അപ്പോൾ ഇതാണ് നമ്മുടെ റാഗി ഇടിയപ്പം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. പിന്നെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ അതെല്ലാം നമ്മുടെ വൈറ്റ് ഇടിയപ്പം അത് മാവിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കിനും ലാസ്റ്റ് കുറച്ച് കട്ടിയാവും പിഴിയാൻ. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊന്നും കുഴപ്പമില്ല. ആ ഒരു മീഡിയം ചൂടോടെ, ഒത്തിരി അങ്ങ് ചൂടോടാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊളിപ്പോൾ. അതിനാണ് ഞാൻ ആ തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഇതാക്കിയതിന് ശേഷം കുറച്ച് നേരം അങ്ങ് അടച്ചു വെക്കണം. അപ്പോൾ അത് ആ ഒരു നമ്മൾ പൊടി നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലിട്ട് വാട്ടിയെടുക്കുന്ന അതേ ഒരു എഫക്റ്റ് തന്നെ അങ്ങനെ അടച്ചു വെക്കണം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന ചൂടാകുമ്പോഴത്തേനും നല്ലോണം അങ്ങ് കുഴച്ചെടുക്കുക. എൻ്റെ കൈയും മുറിഞ്ഞു. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. പിന്നെ തുടക്കത്തിൽ ആദ്യത്തെ 2 ബാച്ച് വലിയ കുഴപ്പമില്ല. അവസാനത്തെ ഒരു ബാച്ച് എനിക്ക് ഇച്ചിരി ആറിപ്പോയി. അതിനിപ്പോൾ കാസറോൾ ഉണ്ടെങ്കിൽ കാസറോളിനകത്തിട്ട് അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചൂട് നിൽക്കും ആ മാവിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ റാഗി ഇടിയപ്പം. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുട്ടക്കറി ഉണ്ടാക്കി. അപ്പോൾ നമുക്കിനി കഴിക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇതാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പം മുട്ടക്കറി റെഡിയായി. പിന്നെ ഇത് കഴിച്ചാൽ മാത്രം മതി. ഇത് എന്താ പറയുന്നത്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും അല്ലാതെ വെയിറ്റ് ലോസ് ഡയറ്റും ഒക്കെ എടുക്കുന്നവർക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഇടിയപ്പം മുട്ടക്കറി, അല്ലെങ്കിൽ ഇടിയപ്പം വൈറ്റ് ചന, റാഗി ഇടിയപ്പം വൈറ്റ് ചന കൊണ്ടുള്ള കറി, റാഗി ഇടിയപ്പം മുട്ടക്കറിയും റാഗി ഇടിയപ്പം ഗ്രീൻ പീസ് കറി. ഇതാണ് എനിക്കിഷ്ടമുള്ള ഒരു കോംബോ. നമ്മുടെ കറുത്ത കടലക്കറി കൊണ്ട് എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല, ഇതിൻ്റെ കൂടെ ചേർന്ന് പോകാത്തൊരു പോലെ തോന്നുന്നു നമ്മുടെ കറുത്ത കടലക്കറി എടുത്ത്. പക്ഷേ ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ റാഗി പുട്ട് നേരത്തെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. റാഗിയുടെ പുട്ട് കൊണ്ട് നമ്മൾ റാഗി പുട്ടും വെള്ളക്കടലക്കറി ഉണ്ടാക്കുന്നത്. മുട്ടക്കറിയൊക്കെ സാധാരണ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഇച്ചിരി പാടാണ് റാഗി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ. പക്ഷേ നമുക്കൊരു ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നാൽ കുറച്ച് ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പം കഴിക്കാൻ പറ്റിയൊരു സംഗതിയാണ് റാഗി ഇടിയപ്പം. ഇതിൻ്റെ മുകളിൽ ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. തേങ്ങ ഇരിപ്പില്ലാത്തതുകൊണ്ടാണ് ഇടാഞ്ഞത്. തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ഇട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.